അല്ല, ഉറപ്പില്ല. കാരണം ഞാനായിട്ട് ഒരു ഫൈനൽ തീരുമാനം എടുക്കുന്നത് വിജയ് സാറായിട്ട് മീറ്റ് ചെയ്തിട്ട് അത് സെപ്റ്റംബർ 10 എന്നാണ് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹമായിട്ട് മീറ്റ് ഇപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ അവരെനിക്ക് ഓഫർ ചെയ്തത് ഇതാണ്, സംസ്ഥാന അധ്യക്ഷൻ TVKയുടെ സംസ്ഥാന അധ്യക്ഷൻ ആയിട്ടാണ് ഞങ്ങളത് വന്നതെന്നുള്ളത് അവർ വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ചർച്ച നടന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഒരു ചർച്ച നടന്നിട്ടുള്ളത്. അത് ഇതിൻ്റെ ഫൈനലൈസേഷൻ എന്നുള്ളത്, കാരണം എനിക്ക് അദ്ദേഹത്തിൻ്റെ ആശയം എന്താണെന്ന് അറിയണ്ടേ, എന്താണ് അതിൻ്റെ അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അദ്ദേഹമാണ് ഒരു ഫൈനൽ വേർഡ് എന്ന് പറയുന്നത്, അദ്ദേഹമാണ്, വിജയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ 10th കണ്ടതിന് ശേഷം ഒരു ഫൈനൽ, അപ്പോൾ ഈ അനൗൺസ്മെൻറ്റൊക്കെ മിക്കവാറും ആദ്യം ഇദ്ദേഹമായിട്ട് കൺഫേം ചെയ്തിട്ട് അദ്ദേഹം എഗ്രി ഞാൻ എഗ്രി ചെയ്യണം, അദ്ദേഹം എഗ്രി ചെയ്യണം. ആ ഒരു ചുറ്റുപാടിൽ ആയിരിക്കും ഒരു അനൗൺസ്മെൻറ്റ് വരിക, ഒരു ഒഫീഷ്യൽ. ഇത് ഒഫീഷ്യൽ അല്ല കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ അവരെൻ്റെ അടുത്തേക്ക് വന്നു, അവർ ഒരുപാട് കാര്യം ഞാൻ അവരായിട്ടൊരു വീഡിയോ കോൺഫറൻസിലുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തിട്ടുണ്ട് അവർ മെയിൻ ലീഡേഴ്സൊക്കെ ആയിട്ട്. അത് NDAയിൽ സഖ്യകക്ഷി അല്ലായിരുന്നു ഞാൻ എൻ്റെ സ്വന്തം പാർട്ടിയായിരുന്നു. പിന്നെ 2021 എൻ്റെ കേരള പീപ്പിൾസ് പാർട്ടി ഇതിലേക്ക് പിന്നെ NDAയിലേക്ക് BJPയിലേക്ക് ലയിക്കുന്നത് 2021. അതുകൊണ്ടാണല്ലോ ഞാൻ മാറിയത്. ഇപ്പം ഞാനെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്വന്തം പാർട്ടി ഞാനൊരു സ്വന്തം പാർട്ടി ഉണ്ടാക്കാൻ കാരണം എന്താണെന്നറിയോ? ഞാൻ പിന്നെ കോൺഗ്രസ്സിൽ KSUവിൽ വളരെ സജീവമായി പ്രവർത്തിച്ചിട്ടുള്ളത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ. അന്ന് ഞങ്ങൾക്കൊക്കെ ഒരു ആശയമുണ്ടായിരുന്നു, ഒരു ഐഡിയോളജി ഉണ്ടായിരുന്നു, പ്രോഗ്രാം ഉണ്ടായിരുന്നു, പ്രതീക്ഷകളുണ്ടായിരുന്നു. അത് ഞാൻ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞതോടുകൂടി നമ്മുടെ വഴിക്ക് പോയി. മനസ്സിലായി. ഇത് ഇനിയിപ്പോൾ അന്നത്തെ വലിയ ലീഡേഴ്സൊക്കെ കോൺഗ്രസിൻ്റെ ലീഡേഴ്സൊക്കെ ആയിട്ട് അവർ ഇനി കാര്യങ്ങളൊക്കെ നടത്തിക്കോളും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങളിലുണ്ടായിരുന്നു. പക്ഷെ കാലപ്രവാഹത്തിൽ ഞങ്ങൾ കാണുന്നത് ആ ലീഡേഴ്സൊക്കെ ഈ ഒഴുക്കിനെതിരെ നീന്താതെ ഒഴുക്കിലൂടെ ഒഴുകി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണാം. എൻ്റെയൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു, അവരൊക്കെ അധികാര സ്ഥാനത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ഒരു കേരളമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നത് അവരും ഒഴുക്കിലൂടെ ഒഴുകി പോകുന്ന കാഴ്ചയാണ്. അങ്ങനെയാണ് നമ്മൾ വേറൊരു നമ്മളുടെ ആശയത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു കേരളത്തിൻ്റെ വ്യത്യസ്തമായ ഒരു പൊളിറ്റിക്കൽ കൾച്ചർ നമുക്ക് വേണം എന്നുള്ള അത് അന്ന് മുതലുണ്ടായിരുന്നു. അങ്ങനെയാണ് 2021 2004 ഒരുപാട് ആലോചനകളുമായിട്ട് ഞാൻ വന്നത്. അതിൽ ഞാൻ ആദ്യമായി അപ്രോച്ച് ചെയ്തത് മീഡിയനാണ്. ഇതേപോലെ നിങ്ങൾ ചിലപ്പോൾ ആ മീഡിയയിൽ ഉണ്ടായിരുന്നിരിക്കും. 2003 ഞാൻ ചെയ്തത്. 2004 ഞാൻ അനൗൺസ് ചെയ്തത്. ഞാൻ ആദ്യം മീഡിയ റിപ്പോർട്ടേഴ്സിൻ്റെ അടുത്ത് വന്ന് എൻ്റെ ഹോട്ടലിലേക്ക്, ഒഫീഷ്യലല്ല, ഞാൻ വിളിച്ചു വരുത്തി. അപ്പോൾ അവരെല്ലാവരും കൂടി വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ആശയം പറഞ്ഞു, ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിക്കാമെന്ന് പറഞ്ഞു. എല്ലാവരും ചിരിച്ചു. ശരിക്കും മാത്രമല്ല ചേട്ടാ, അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അവരുടെ ആദ്യത്തെ റെസ്പോൺസ് ഇതാണ്. കാരണം ഇവിടെ വളരെ ഹൈലി പൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹമുള്ള കേരളത്തിൽ, എസ്പെഷ്യലി ഒരു സിനിമാ നടൻ വന്നിട്ട് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ യാതൊരു സപ്പോർട്ട് അവന് കിട്ടാൻ സാധ്യതയില്ല എന്നവർ പറഞ്ഞു. അത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ പോയിൻ്റ് ഔട്ട് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്പേസ് ഇല്ല എന്നാണ്. ഇവിടെ വേറൊരു പൊളിറ്റിക്കൽ കൾച്ചറിനോ പൊളിറ്റിക്കൽ പാർട്ടിക്കോ സ്പേസ് ഇല്ല എന്നുള്ളതാണ് അവരുടെ ആശയം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ സ്പേസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്താ സ്പേസ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞ 30 വർഷത്തെ ഈ ഇലക്ഷൻ വോട്ടിംഗ് പാറ്റേൺ നമ്മൾ നോക്കിയാൽ അതിൽ കാണാൻ പറ്റുന്നത് 62% മുതൽ 72% മാത്രമേ പോൾ ചെയ്യപ്പെടുന്നുള്ളൂ. ഞാൻ അവരോട് ചോദിച്ചു, ഇതിന് ശേഷമുള്ള ഏതാണ്ട് 28% വോട്ടേഴ്സ് എവിടെ പോയി എന്ന് ചോദിച്ചു. അതിൽ നമുക്കൊരു 5% കാര്യം എടുക്കാം. 5% അവിടെ ഇല്ലാത്തതുകൊണ്ടോ ഏതെങ്കിലും തരത്തിൽ പുറത്താണോ അല്ലെങ്കിൽ അസുഖമായിട്ടൊന്നും വോട്ട് ചെയ്യാൻ പറ്റാത്തവരാണ്. അപ്പോഴും 23% വോട്ട് ചെയ്യപ്പെടാതെ കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അതാണ് എൻ്റെ ടാർഗറ്റ് വോട്ടേഴ്സ് എന്ന് പറയുന്നത് 23%. ആ സിസ്റ്റത്തിനോട് അന്ന് ഇവർക്ക് ഈ പൊളിറ്റിക്കൽ സിസ്റ്റങ്ങളോട് താല്പര്യമില്ലാതെ നിൽക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാർ, അത് 23% ഉണ്ട്. പക്ഷെ അന്നത്തെ നമ്മൾ
ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ വോട്ട് ഷെയർ നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 19-20% വോട്ടുകൾ. അതുപോലെ തന്നെ ഈ കോൺഗ്രസിൻ്റെ നോക്കുമ്പോൾ 17-18 മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ കൂടുതൽ ഈ രണ്ട് പാർട്ടികളുള്ള ഷെയറിനേക്കാളും കൂടുതൽ വേറിട്ട് നിൽക്കുന്ന മാറി നിൽക്കുന്ന ഒരു വോട്ടേഴ്സ് ഉണ്ട്. അത് അവർക്ക് താല്പര്യമില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സപ്പോസ് എൻ്റെ പ്രവർത്തനങ്ങൾ ആ ടാർഗറ്റ് വോട്ടേഴ്സിൻ്റെ കൂടെയുള്ള സമീപനത്തിലാണെങ്കിൽ അത് എൻ്റെ പ്രവർത്തനങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടാൽ ഒരു പക്ഷേ അവർക്ക് എൻ്റെ കൂടെ നിൽക്കാമല്ലോ. അവരുടെ സംശയങ്ങൾ എന്താണ്, അവരുടെ പ്രശ്നം എന്താണ്, അവർക്ക് താല്പര്യമില്ലായ്മ, ആ താല്പര്യമില്ലായ്മ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ഇതിലേക്ക്, ആ ഒരു ദിശയിലൂടെ ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോയാൽ നമുക്ക് ജയിക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചു. അപ്പോഴും ഇവരെന്ന് പറഞ്ഞു, ചേട്ടാ അതൊന്നും തിയററ്റിക്കലാണ്, പ്രാക്ടിക്കലല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാവരും 100% എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് നടക്കില്ല എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞിട്ട് എഡിറ്റേഴ്സിനെ വിളിച്ചു. പത്രമാധ്യമത്തിൻ്റെയും ഈ ചാനൽ എല്ലാവരും എഡിറ്റേഴ്സ് വിളിച്ചു. ഞാൻ അവരോട് ഈ സംഗതി അവതരിപ്പിച്ചു. അവരും എന്നോട് പറഞ്ഞു ഇതേ ഉത്തരങ്ങളാണ് പറഞ്ഞത്. അവർ പറഞ്ഞു, ഇത് ദേവൻ പറയുന്നത് തിയററ്റിക്കലായിട്ട് കറക്റ്റായിരിക്കും, തിയറി ഓക്കെയാണ്, പക്ഷെ പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ ഇത് കേരളത്തിൽ നടപ്പില്ല. വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ചിലപ്പോൾ ഒരുപക്ഷെ നടന്നേക്കും. അപ്പോൾ കേരളത്തിൽ നടക്കാനായിട്ട് ഒരു ചാൻസ് ഇല്ലെന്ന് പറഞ്ഞു.